ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി എത്ര വലിയ പാപം ചെയ്താലും ഈ മുദ്ര മാഞ്ഞു പോകുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലച്ചൻ പറയുന്നത്. നമുക്കതേക്കുറിച്ച് ഒന്ന് കേട്ടു നോക്കിയാലോ. ഇല്ലാതെ പോകുന്നതിനെ ഓർത്ത് വിഷമിക്കുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷവും. എന്നാൽ എന്തെല്ലാം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിചാരങ്ങളും ചിന്താഗതികളും മാറിമറിയും. മാമോദീസായിലൂടെ നമുക്കെന്താണ് ലഭിച്ചതെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വിമോചനം സാധ്യമാകും. മാമോദീസായിലൂടെ എല്ലാ സ്വർഗീയ കൃപകളും ആത്മീയ വരങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദൈവം അത് നമ്മുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞു. മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണോ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരുന്നു. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: രക്ഷയുടെ സദ്വാർത്തയായ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ആത്മാവിൽ മായാത്ത മുദ്രയാണ് മാമോദീസായിലൂടെ നാം സ്വന്തമാക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരിക്കലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: രക്ഷാകര മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്തു മഹാപാപം ചെയ്താലും മാമോദീസ സ്വീകരിച്ചപ്പോൾ അയാൾക്ക് ലഭിച്ച മുദ്ര മാഞ്ഞു പോകുകയില്ല. ശ്രദ്ധിക്കണേ, ആ മുദ്ര ഏതാണ്? പിതാവിൻ്റെ മുദ്രയാണത്, പുത്രൻ്റെ മുദ്രയാണത്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണത്, മായാത്ത മുദ്രയാണത്. ആ മുദ്ര മായ്ക്കാൻ ഒരു പാപത്തിനും കഴിയില്ല. എന്തുമാത്രം കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ് നാമെങ്കിലും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനിൽ പോലും ഈ മുദ്ര മാഞ്ഞു പോകുകയില്ല. എൻ്റെ ഒരു പാപത്തിനും ആ മുദ്ര മായ്ച്ചു കളയാൻ ശക്തിയില്ല. നമ്മുടെ ഉള്ളിൽ പിതാവുണ്ടെന്ന്, പുത്രനുണ്ടെന്ന്, പരിശുദ്ധാത്മാവുണ്ടെന്ന് നാം വിശ്വസിക്കുന്നില്ല പലപ്പോഴും. എന്നാൽ പാപമുണ്ട്, പിശാചുണ്ട്, തിന്മയുണ്ട്, ശാപമുണ്ട് എന്നെല്ലാം വിശ്വസിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. പൂർവികരുടെ പാപമുണ്ട്, ശാപമുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് എന്നിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പരസ്പര സഹവാസമാണത്. ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന നമ്മുടെ അകത്ത് പിശാചിന് ഇരിക്കാൻ കഴിയില്ല. പിശാചിന് നമ്മെ തൊടാൻ ഈശോ അനുവാദം നൽകിയാൽ മാത്രമേ പിശാചിന് നമ്മെ തൊടാൻ കഴിയൂ. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡയുണ്ടായാൽ നാം അതോർത്ത് ഭയപ്പെടരുത്. കാരണം ഈശോ അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട് എന്നത് മാത്രമല്ല, നാം ഈശോയുടെ അകത്താണ് ഇരിക്കുന്നത്.